ആദ്യ അപ്ഡേറ്റ് നമ്മുടെ കാളിദാസിന്റെ വരാൻ പോകുന്ന സിനിമയാണ് മിനി മിനി ഹാപ്പി റിട്ടേൺസ് എന്ന് പറഞ്ഞ സിനിമ. ഒരു കോമഡി റൊമാൻറ്റിക് സിനിമയാണിത്. നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലെ കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞ സീരീസിന്റെ സംവിധായകനാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. അഹമ്മദ് കബീർ. പുള്ളിക്കാരന്റെ ഒരു കോമഡി റൊമാൻറ്റിക് ട്രാക്ക് ആയിരിക്കും ഇത്. എന്തായാലും പടത്തിൽ കാളിദാസ് ജയറാമാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. മ്യൂസിക് നമ്മുടെ ഗോവിന്ദ് വസന്ത് ആയിരിക്കും. എന്തായാലും നമ്മുടെ ജൂണ്, മധുരം എന്നീ സിനിമകളിലൊക്കെയാണ് നമ്മുടെ അഹമ്മദ് കബീറിന്റെ കഴിഞ്ഞ സംവിധാനത്തിൽ വന്ന സിനിമ. എന്തായാലും നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട് നമ്മുടെ കാളിദാസിന്റെ ഈ ഒരു സിനിമയില്. മമ്മൂക്ക ഖാലിദ് റഹ്മാൻ സിനിമ നടക്കത്തില്ല മക്കളെ. സംഭവം വേറൊന്നുമല്ല, ഖാലിദ് റഹ്മാൻ സിനിമയിൽ നിന്ന് ഔട്ട് ആയിരിക്കുകയാണ്. എന്തൊക്കെയോ ക്രിയേറ്റീവ് ഇഷ്യൂസ് കാരണമാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് IQ എൻ്റർടൈൻമെന്റ്സ് ഈ ഒരു സിനിമയിൽ നിന്ന് നമ്മുടെ ഖാലിദ് റഹ്മാനെ ഔട്ടായത്. എന്തായാലും നിലവിലെ പടത്തിന്റെ ആ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റേഴ്സ്, വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്യൂബ് എൻ്റർടൈൻമെന്റ്സിന്റെ യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റാഗ്രാം പേജ് ആണെങ്കിലും. അത് മാത്രമല്ല, ഖാലിദ് റഹ്മാനെ അൺഫോളോ വരെ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ. എന്തോ വലിയ രീതിയിൽ സംഭവം നടന്നിട്ടുണ്ട്. എന്തായാലും പുതിയൊരു അനൗൺസ്മെന്റ് പോസ്റ്റർ പുതിയ ഡയറക്ടർ ആയിട്ടുള്ള ഉടൻ തന്നെ കൺഫേം ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. എന്തായാലും ഖാലിദ് റഹ്മാൻ മമ്മൂക്ക സിനിമ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഒരു നിരാശയായ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അത് മാത്രമല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മുടെ ഷെരീഫ് മുഹമ്മദ് ഒരു സ്റ്റോറിയും പങ്കുവച്ചിട്ടുണ്ട്. ചില നല്ല കാര്യത്തിന് നല്ല ടൈം ടേക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിക്കുന്ന സിനിമയാണ് ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ സിനിമ. നിവിൻ പോളിയും സിനിമയിൽ ഒരു കേമിയോ വരുന്നുണ്ട്. നമ്മുടെ നയൻതാര സിനിമയിൽ നായികയായിട്ട് വരുന്നുണ്ട്. എന്തായാലും പടത്തിന്റെ റിലീസിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ഉണ്ട്. സിനിമ ഒരേ സമയത്ത് 3 ഭാഷകളാണ് റിലീസ്. മലയാളം, തമിഴ്, തെലുങ്ക് 3 ഭാഷകൾ. ഫൈനൽ സ്റ്റേജ് ആണ് സിനിമയിൽ നിലവിൽ കാണാൻ സാധിക്കുന്ന വർക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ. എന്തായാലും വേൾഡ് വൈഡ് റിലീസാണ് സിനിമ ഒരേ സമയത്ത് 3 ഭാഷകളിൽ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കും നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. ഈ ഫെബ്രുവരി മാസം വാലന്റൈൻസ് ഡേന്റെ അന്ന് ഒരു അടിപൊളി പ്രണയ സിനിമ വരുന്നുണ്ട് നമ്മുടെ മാത്യു തോമസിന്റെ ഭാഗത്ത് നിന്ന്. ദേവിക സഞ്ജയ് ആയിരിക്കും സിനിമയിൽ നായികയായിട്ട് വരാൻ പോകുന്നത്. സുഖമാണോ സുഖമാണോ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. സിനിമ ഫെബ്രുവരി മാസം 13-നാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ അരുൺ ലാൽ രാമചന്ദ്രനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ ടീസർ, ട്രെയിലർ ഒക്കെ നമുക്ക് ഈ ആഴ്ച എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാത്തിരിക്കാം നമുക്ക്. ലോകേഷ് കനകരാജിന്റെ ഇനി വരാൻ പോകുന്ന സിനിമ, ഡയറക്ഷനിൽ വരുന്ന സിനിമയാണ് അല്ലു അർജുന്റെ AA23 എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ അല്ലു അർജുൻ ആയിട്ടാണ് സിനിമ വരാൻ പോകുന്നത്. അനിരുദ്ധാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. പടത്തിന്റെ ഷൂട്ടിംഗ് നോക്കുകയാണെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ് വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് പടത്തിന്റെ ഷൂട്ടിംഗ്. നിലവിലെന്തായാലും നമ്മുടെ ലോകേഷ് കനകരാജിന്റെ കൈതി 2 LCU ഷോർട്ട് ഫിലിം ഒന്നും ഈ അടുത്ത കാലത്ത് വരത്തില്ലെന്ന് നിലവിൽ കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ലോകേഷിന്റെ ഈ ഒരു സിനിമയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. പടം ഓണം റിലീസാണ് വരാൻ പോകുന്നത്. ഇത് നമ്മുടെ സംഗീത് പ്രദീപാണ് കൺഫേം ആക്കിയിരിക്കുന്നത്. എന്തായാലും ഓൾമോസ്റ്റ് 70 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് നിലവിൽ ബാക്കിയുള്ളത് നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയുടെ ഭാഗത്ത് നിന്ന്. കാത്തിരിക്കാം നമുക്ക്. നിവിൻ പോളിന്റെ വരാനിരിക്കുന്ന സിനിമയാണ് ബെൻസ് എന്ന് പറഞ്ഞ സിനിമ. ഈ വർഷമാണ് സിനിമ വരുന്നത്. നിവിൻ പോളിന്റെ ഷൂട്ടിംഗ് മാത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റില് 35 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ബാക്കിയുള്ളത്. അതിനുശേഷമായിരിക്കും ബെൻസ് എന്ന സിനിമയിൽ പുള്ളിക്കാരൻ ജോയിൻ ചെയ്യുക. അതും നമ്മുടെ ഗിരീഷ് ഷെഡിന്റെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷമായിരിക്കും പുള്ളിക്കാരൻ ബെൻസിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് ബെൻസ് സിനിമയിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. നിമിഷം ഇല്ലാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് ചാനൽ.